സുവിശേഷത്തിൽ നമ്മളൊരു ധനവാനെ കാണുന്നുണ്ട്. അവൻ മൃദുല വസ്ത്രങ്ങളും ചമന്ന പട്ടുമൊക്കെ ധരിക്കുന്നു, സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ആനന്ദിക്കുന്നു. അവൻ്റെ പടിവാതിൽക്കലുള്ള ലാസർ, അവനൊന്നുമില്ല, ഭക്ഷിക്കാനും ഒന്നുമില്ല. അവൻ്റെ ശരീരത്തിൽ വ്രണങ്ങളും ബുദ്ധിമുട്ടും രോഗങ്ങളും ഒക്കെ ആയിട്ട് അവൻ കിടന്നു. ഏറ്റവും അവസാനം ധനവാൻ നരകത്തിൽ നിപതിക്കുന്നു. ലാസറാകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്തുകൊണ്ട് ഈ ധനവാൻ നരകത്തിന് അർഹനായി തീരുന്നു? നരകത്തിന് അർഹമായ തെറ്റെന്താണ്? നമ്മൾ ഈ വചനഭാഗം ഒന്ന് ആഴത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ, ഈ ധനവാൻ ചമന്ന പട്ടിട്ടതോ മൃദുല വസ്ത്രങ്ങൾ ധരിച്ചതോ ആനന്ദിച്ചതോ ഭക്ഷിച്ചതോ ഒന്നുമല്ല അവനെ സംബന്ധിച്ച് ഈ നരകത്തിന് അർഹനാക്കി തീർത്തത്. അവൻ്റെ പടിവാതിൽക്കൽ വേദന അനുഭവിച്ച് കിടന്ന ലാസർ, അവൻ ദരിദ്രനായിരുന്നു. അവൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് അവൻ ശരിക്കും വേദനിച്ചു. അവൻ ഈ വ്രണങ്ങൾ മുഴുവൻ ശരീരത്തിൽ ഉള്ളപ്പോൾ അവൻ ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ വേദനിച്ച് നിലവിളിച്ചിട്ടുണ്ടാകാം. അവൻ ഒരുപാട് അവൻ്റെ വേദന മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഈ ധനവാൻ എന്ത് ചെയ്ത് അതിനോടൊന്നും ശ്രവിക്കുകയോ അത് കേൾക്കുകയോ അവനെ സഹായിക്കുകയോ ചെയ്തില്ല. അവന് ഒരു തരത്തിലും അവനെ സഹായിച്ചില്ല. തൻ്റെ പടിവാതിൽ കടന്ന ദരിദ്രനെ അവഗണിച്ചതാണ് ധനവാന്റെ തെറ്റ്. തൻ്റെ കൺമുമ്പിൽ കടന്നവനെ അവഗണിച്ചു. വേദന അനുഭവിക്കുന്നവനെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനെ, പ്രയാസപ്പെടുന്നവനെ, നൊമ്പരപ്പെടുന്നവനെ തൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടും കേട്ടിട്ടും അവൻ അവഗണിച്ചു. അത് നരകത്തിന് അർഹമായ തെറ്റായിട്ട് തീരുകയാണ്. നരകത്തിന് അർഹമായ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ചിലപ്പോഴെങ്കിലൊക്കെ വന്നു പോകാനൊരു സാധ്യതയുണ്ട്. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ചിലത് അവഗണിച്ച് കഴിഞ്ഞാൽ അത് നരകത്തിന് അർഹനായിത്തീരും. അതൊരു മാരകമായ തെറ്റായിട്ട് തീരും. നമ്മുടെ കൺമുമ്പിൽ ചില വേദനകൾ കണ്ടു, ഞാനത് ഒരു സഹായമോ ഒന്നും അതിനെ മൈൻഡ് ചെയ്യുകയോ ചെയ്യാതിരുന്നാൽ അതൊരു വലിയ അപരാധം തന്നെയാണ് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ. നമ്മുടെ മുമ്പിൽ വേദനിക്കുന്നവനെ നമുക്കൊന്ന് കാണാം, അവൻ്റെ വാക്കുകളെ ശ്രവിക്കാം, അവനെ ആശ്വസിപ്പിക്കാം. അതുകൊണ്ടാണ് ഇന്ന് തിരുവചനത്തിൽ ലേഖന ഭാഗത്ത് 1 യോഹന്നാൻ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത്, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിൽ സത്യത്തിലാണ്. നമുക്ക് പ്രവൃത്തി കൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം. സത്യം കൊണ്ട്, സത്യമായിട്ട്, അത് ജെന്യുനായിട്ട്, ആത്മാർത്ഥമായിട്ട് നമുക്ക് വ്യക്തികളെ സ്നേഹിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ ശിക്ഷിക്കാതിരിക്കട്ടെ. നമ്മൾ അവഗണിച്ചതിൻ്റെ പേരിൽ, ആരെങ്കിലും അവഗണിച്ചതിൻ്റെ പേരിൽ ദൈവം നമ്മെ ശിക്ഷിക്കാതിരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഒരു ചിന്തയും കൂടെ, ദൈവം നമ്മുടെ കൺമുമ്പിലുണ്ടായിട്ടും നമ്മൾ ദൈവത്തെ അവഗണിക്കുന്നതോ, മനുഷ്യരെ അവഗണിക്കുന്നത് വലിയ അപരാധം തന്നെയാണ്. നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ സഹായം ആവശ്യമുള്ളവനെ നമ്മൾ അവഗണിക്കുന്നത് ഒരു അപരാധം തന്നെയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൺമുമ്പിലുണ്ടായിട്ടും, ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നിത്യമുണ്ടായിട്ടും നമ്മൾ ആ ദൈവത്തിൻ്റെ ഇടപെടലുകളെ നമ്മൾ അവഗണിച്ചാൽ നമ്മുടെ ജീവിതത്തിലൊരു വലിയ അധപതനമായിട്ട് തീരും. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ, ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഒഴുകുന്ന വേദികളെ നമ്മൾ അവഗണിച്ചാൽ അതും ഒരു അപരാധമായിട്ട് മാറും. നമുക്ക് ദൈവിക കാര്യങ്ങളോട് കൂടുതൽ വിശ്വസ്തരായി തീരാം. നമ്മുടെ കൺമുമ്പിൽ വേദനിക്കുന്നവരെ സഹായിക്കുവാൻ ഒരുക്കമുള്ളവരായിട്ട് നമുക്ക് തീരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.